തുടർച്ചയായിട്ടുള്ള 14 ദിവസവും കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സൃഷ്ടിച്ച് സൈജു കുറുപ്പ് ചിത്രം ഭരതനാട്യം മോഹിനിയാട്ടം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മോഹിനിയാട്ടം എന്നത് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 14 ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൈജു കുറുപ്പ് സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി കൃഷ്ണദാസ് മുരളി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു. എന്തൊക്കെയാണ് ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും രണ്ടാം ഭാഗം ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയാണ്. തുടർച്ചയായിട്ടുള്ള 14 ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മൂന്നാം വാരത്തിലോട്ട് കടന്ന ചിത്രം ബുക്കിംഗ് വാഴ 2-നെ പോലും മറികടന്ന് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 27 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മലയാളത്തിലെ ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് ഭരതനാട്യം മോഹിനിയാട്ടം മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് ഈ മൂന്നാം വാരത്തിലോട്ട് കടന്നപ്പോൾ 130 തിയേറ്ററിൽ നിന്നും 215 തിയേറ്ററിലോട്ടാണ് ചിത്രം വർദ്ധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ആഴ്ച ഫാക്ടറിലോട്ട് പോലത്തെ ചിത്രങ്ങൾ തിയേറ്ററിൽ കീഴടക്കുമ്പോൾ മോഹിനിയാട്ടത്തിന് കളക്ഷൻ ഇടുവരുമെന്ന് കണ്ടുതന്നെയറിയാം. എങ്കിലും ഈ ആഴ്ച കൊണ്ട് ചിത്രം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.